കട്ടപ്പന ഡോൺ ബോസ്കോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്പോർട്സ് ഹബ് ഉദ്ഘാടനം മാർച്ച് 1-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസ് ഇക്കോണമർ ഫാദർ ജോയ് നെടുമ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും. മൊബൈൽ അഡിക്ഷന്റെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിലും വീഴുന്ന പുതുതലമുറയെ മോചിപ്പിച്ച് പഠന നിലവാരം മെച്ചപ്പെടുത്തുകയും യുവാക്കളെ സ്പോർട്സ് അധിഷ്ഠിത തൊഴിൽ സാധ്യതകളിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വേനലവധിക്കാലത്ത് കുട്ടികൾക്കും യുവാക്കൾക്കും ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ഫുട്ബോൾ നഴ്സറി തുടങ്ങിയ കായിക വിനോദങ്ങളിൽ പ്രാവീണ്യം നേടാനുള്ള മികച്ച അവസരമാണ് ഡോൺ ബോസ്കോ സമ്മർ കോച്ചിംഗ് ക്യാമ്പുകൾ വഴി ഉദ്ദേശമിടുന്നത്. പെൺകുട്ടികൾക്കായി പ്രത്യേക പരിശീലനമുണ്ടായിരിക്കും. ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമി, ഡോൺ ബോസ്കോ ബാസ്കറ്റ്ബോൾ അക്കാദമി, ഡോൺ ബോസ്കോ ടേബിൾ ടെന്നീസ് അക്കാദമി, ഡോൺ ബോസ്കോ ബാഡ്മിന്റൺ അക്കാദമി, ഫുട്ബോൾ ടർഫ്, ഫുട്ബോൾ നഴ്സറി എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഫോർമേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ, അതായത് വ്യക്തിത്വ രൂപാന്തരീകരണത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനം അത് വെച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ ലക്ഷ്യം മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് ഹബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശം. വെറുതെ കുട്ടികൾ കളിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവരെ ഒരു സമൂഹത്തിന് അനുയോജ്യരായ വ്യക്തികളായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ല ശീലങ്ങളും നല്ല മൂല്യങ്ങളും ഒക്കെ ഉള്ളവരായിട്ട് ആരോഗ്യപരമായ മത്സരം, വെറുതെ മറ്റവരെ ചവിട്ടിക്കൂട്ടി അവരെ പിന്നിലാക്കിയുള്ള മത്സരമല്ല, ആരോഗ്യപരമായിട്ട് പരസ്പരം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ മത്സരിക്കുക, അങ്ങനെയുള്ള ആശയം വെച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും ഫിഫ റഫറീസ് കമ്മീഷണറുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റം ബാസ്കറ്റ്ബോൾ അക്കാദമിയുടെയും ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും മുൻ സന്തോഷ് ട്രോഫി കളിക്കാരനുമായ ഡോക്ടർ പി.എ. സലീംകുട്ടി ഫുട്ബോൾ അക്കാദമിയുടെയും അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് റഫറിയായ ജോസഫ് ചാക്കോ ടേബിൾ ടെന്നീസ് അക്കാദമിയുടെയും സ്കൂൾ PTA പ്രസിഡന്റ് സണ്ണി സേവ്യർ ബാഡ്മിന്റൺ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ബാസ്കറ്റ്ബോൾ പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ, കായിക അധ്യാപകൻ ജിബിൻ സി ഫിലിപ്പ്, കോഓർഡിനേറ്റർ ജോജോ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു.